എല്ലാവർക്കും നമസ്കാരം. ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം ശ്രീ മഹാദേവേ നമ. ഇന്ന് ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ 42ാമത്തെ ശ്ലോകമാണ് നമ്മൾ പഠിക്കുന്നതും സ്മരിക്കുന്നതും. ഓം ഭക്തിപ്രിയാ ഭക്തിഗമ്യ ഭക്തിവശ്യാ ഭയാപഹ ശാംഭവി ശാരദാരാധ്യ ശർവാണി ശർമ്മദായിനി. ആദ്യത്തെ നാമം ഭക്തിപ്രിയ. ഭക്തിയെക്കുറിച്ചുള്ള പരാമർശങ്ങളായിരുന്നു നേരത്തെ മുൻപ് പറഞ്ഞ നാമങ്ങളില്. ഇപ്പോ ഭക്തിപ്രിയ, ഭക്തിപ്രിയമായിട്ടുള്ളവൾ ശ്രീ മഹാദേവി. ഒപ്പം തന്നെ ഭക്തരെ പ്രിയമായിട്ടുള്ളവൾ ശ്രീ മഹാദേവി. ഇപ്പോൾ ഭക്തി എന്ന് പറയുമ്പോൾ ബാഹ്യമായോ മാനസികമായോ ആന്തരികമായോ ഏതേതു ഭക്തൻ എന്തെന്തു പൂജകളോ ആരാധനാ ക്രിയകളോ അനുഷ്ഠിക്കുന്നുവോ ചെയ്യുന്നുവോ അതെല്ലാം, അത് ഭക്തിപൂർവം സമർപ്പിക്കുന്നുവോ അതെല്ലാം അമ്മ പ്രേമപൂർവം കൈക്കൊള്ളുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഭക്തി എന്നാൽ എന്താണ്? ഭക്തി എന്നാൽ അത് ചിത്തവൃത്തിയാണ്, മനസ്സിൻ്റെ ഒരു തലമാണ്, ചിത്തവൃത്തിയാണ് ഭക്തി. ഈശ്വരനെ കാണുവാനുള്ള അദമ്യമായിട്ടുള്ള ഒരു അഭിവാഞ്ചയാണ്, മോഹമാണ്, അല്ലെങ്കിൽ ആഗ്രഹമാണ്. അതിനേക്കാൾ ഉപരി ഒരു വ്യഗ്രതയാണ് ഭക്തി എന്ന് മനസ്സിലാക്കാം. ദേവിയെ ലഭിക്കാനായിട്ടുള്ള ഒരു പരിശ്രമമാണ് എന്നുകൂടി പറയുന്നു. അതാണ് ഭക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈശ്വരനോട് ഉള്ള ഒരു അനുരാഗം, ആ അനുരാഗം കൊണ്ട് എല്ലാം ഈശ്വരാർപ്പണം എന്നുള്ളൊരു ബോധം നമ്മളിൽ സ്വയമേവ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് ഉണർന്നു വരികയാണ്. അപ്പോൾ എല്ലാറ്റിലും ഒരു ഈശ്വര ദർശനത്തിന് നമുക്ക് സാധ്യമാകുന്നു, ഒരു സമദർശനത്തിന് നമുക്ക് സാധ്യമാകുന്നു. യാതൊരു വിധത്തിലുള്ള ദേഷ്യമോ ദ്വേഷമോ ഇല്ലാതെ ഒന്നിനും അല്ലെങ്കിൽ ഒന്നിനോടും ഒട്ടലില്ലാതെ ഒരു മമതയില്ലാത്ത ഒരു പ്രേമ ഭക്തിയാണത്. അതാണ് മുഖ്യഭക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പരാഭക്തിയാണ്. അപ്പം ഈ ഭക്തിയെ കുറിച്ചിട്ട് മനോഹരമായിട്ടുള്ളൊരു അവതരണമുണ്ട്. ഉദാഹരണങ്ങളിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കി തരികയാണ് എങ്ങനെയായിരിക്കണം നമ്മുടെ ഭക്തി. എല്ലാവരും ഭക്തിയുള്ളവരാണ്, ക്ഷേത്ര ദർശനത്തിന് പോകുന്നു, ദേവി ഉപാസകരാണ്, ഭക്തിയുണ്ട് എന്നൊക്കെ പറയും. നമ്മളെല്ലാവരും അങ്ങനെ അഭിമാനിക്കാറുണ്ട്, സന്തോഷിക്കാറുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് എത്രമാത്രം നമ്മൾ ഉയരേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഉദാഹരണങ്ങൾ ഇവിടെ ആചാര്യന്മാർ നമുക്ക് തരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, അങ്കോലം എന്നു പേരായിട്ടുള്ള ഒരു വൃക്ഷമുണ്ട്. അങ്കോലം എന്ന വൃക്ഷത്തിന്റെ വിത്തുകൾ താഴെ പതിച്ചാൽ, അതിന് സമയമാകുമ്പോൾ ആ വിത്തുകൾ താഴെ പതിച്ചാൽ കാറ്റിലിങ്ങനെ ചിതറിപ്പറന്നിട്ടായിരിക്കും പതിക്കുക. എങ്കിലും ആ വിത്തുകൾ ഉടൻ തന്നെ കൂട്ടമായിട്ട് ആ വൃക്ഷത്തിന്റെ ചുവടിലേക്ക് വന്നു ചേരുകയാണത്ര. ആ വൃക്ഷ ചുവട്ടിൽ വന്ന് അടിഞ്ഞു ചേരുകയാണ്. അപ്പോൾ അവരുടെ ഒരേ ഒരു ലക്ഷ്യം എന്താണ്? മുകളിൽ വിത്തായിരുന്നു, അത് താഴെ വീണു എങ്കിലും പരമമായിട്ടുള്ളൊരു പ്രേമഭക്തി അല്ലെങ്കിൽ അദമ്യമായിട്ടുള്ള ഒരു ആഗ്രഹം ഇതാണ്, ആ വൃക്ഷത്തിന്റെ എന്ന് വെച്ചാൽ മൂലത്തിൽ വന്നു ചേരുക എന്നുള്ളത്. അതാണ് ഒരു തികഞ്ഞൊരു ഉദാഹരണമായിട്ട് ഭക്തിക്ക് പറയുന്നത്. കൂട്ടമായി എങ്ങനെയാന്ന് അറിയില്ല, അത് കാറ്റ് വീശണമെന്നില്ല, കാറ്റിലാണ് അവർ വീണത്. പക്ഷെ അത് സ്വയമേവ അടിഞ്ഞുകൂടി ഉടൻ തന്നെ ആ വൃക്ഷ ചുവട്ടിൽ വന്നു ചേരുന്നു എന്ന് പറയുന്നു. അതാണ് അങ്കോലത്തിന്റെ വിത്തുകളെ കുറിച്ച് സൂചന. ഇനി ഭക്തി ഏതുപോലെ ഇരിക്കണം? ഒരു ഇരുമ്പിന്റെ സൂചി കാന്തത്തിലേക്ക് എങ്ങനെ ആകർഷിക്കപ്പെടുന്നുവോ അതുപോലെ ആയിരിക്കണം ഒരു ഭക്തന്റെ ഭക്തി. അത് സ്വയമേവ അങ്ങനെ ആകർഷിക്കപ്പെടുകയാണ്. അതിന് പുറത്തുനിന്നൊരു ഫോഴ്സ് ഒന്നുമല്ല, അത് എങ്ങനെയോ അത് ആകർഷിക്കപ്പെടുകയാണ്. അങ്ങനെ അമ്മയോട് എപ്പോഴും ചേർന്ന് നിൽക്കാനുള്ള ഒരു പ്രവണത, ഒരു അഭിവാഞ്ച, ഇതാണ് ഭക്തി. അതിന് പരിശ്രമം വേണം എന്നാണ് അത്യാവശ്യമായിട്ട് പറയുന്ന ഘടകം. ഇനി പറയാണ്,
പതിവ്രതയായിട്ടുള്ളൊരു സ്ത്രീ പതിവ്രതയായിട്ടുള്ള സ്ത്രീ തൻ്റെ ഭർത്താവിനെ കുറിച്ച് എല്ലായ്പ്പോഴും സദാ എപ്പോഴും ഇങ്ങനെ എന്താ പറയുക, നിരന്തരം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പതിവ്രതയായിട്ടുള്ള ഒരു സ്ത്രീ എങ്ങനെയാണോ തൻ്റെ ഭർത്താവിനെ രാപകല് എപ്പോഴും സ്മരിച്ചു കൊണ്ടിരിക്കുന്നത്, അത്രയ്ക്ക് ഊഷ്മളമാണ്, അത്രയ്ക്ക് ദിവ്യമായിട്ടുള്ള ഒരു ചിന്തയാണ് ഭക്തി. അതുപോലെ ആയിരിക്കണം ദേവിയോടുള്ള പ്രേമ ആകർഷണം എന്ന് പറയാണ്. അതാണ് ഭക്തി. ഇനിയുണ്ട് ഉദാഹരണങ്ങൾ ഭംഗിയായിട്ട് തരുന്നുണ്ട് നമുക്ക് ആചാര്യന്മാര്. ഒരു വള്ളി തനിയെ എന്താ പറയുക മുളച്ചു വരികയാണ്. വള്ളിക്ക് ഇങ്ങനെ പടർന്നു കയറാനുള്ള കഴിവുകളൊക്കെ ഉണ്ട്. പക്ഷെ ആ വള്ളിച്ചെടിയുടെ മുഖ്യമായ ലക്ഷ്യം അതിനെ ചുറ്റിപ്പടർന്ന് കയറാനായിട്ടുള്ളൊരു വൃക്ഷം വേണം. വലിയ വൃക്ഷം എന്നൊന്നുമില്ല, എങ്ങനെയെങ്കിലും ചുറ്റിപ്പടരാനായിട്ട്. അതാണ് അതിൻ്റെ ശ്രദ്ധ. അത് സ്വയമേവ ഉള്ളൊരു പ്രവണതയാണ്. അപ്പോൾ ആ വള്ളിച്ചെടിക്ക് ഒരു വൃക്ഷത്തിലേക്ക് പടർന്നു കയറാനുള്ള ഒരു ആഗ്രഹം, ത്വര എന്നൊക്കെ പറയില്ലേ, ഒരു മോഹം, അത് നിരന്തരമാണ്. അതിനെ നമുക്ക് ഭക്തിയോട് ഉപമിക്കാം എന്ന് പറയണം. ഇനിയുണ്ട് ഒരു നദി പർവ്വത ശിഖരങ്ങളിൽ നിന്ന് നേരിയ തോതിൽ ഉത്ഭവിച്ച് പല പല പോഷക നദികളുമായിട്ടൊക്കെ ചേർന്ന് ഇങ്ങനെ ഒഴുകുന്നു. ആ നദിക്ക് ഒരേ ഒരു ലക്ഷ്യമുള്ളൂ. ആരൊക്കെ ഏതു ഭാഗങ്ങളിൽ ഇരു കരകളിലും ആരൊക്കെയോ ഉണ്ട്, എന്തെല്ലാം സൗകര്യങ്ങളും സൗന്ദര്യങ്ങളും എല്ലാം ഉണ്ട് എങ്കിലും തനിക്ക് ഏകമായിട്ടുള്ള ഒരു ലക്ഷ്യമുള്ളത് സമുദ്രത്തിലെത്തുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഒരു ഭക്തന്റെ ലക്ഷ്യം വേണമെന്ന് പറയുന്നത്. നദി പ്രവഹിക്കുന്നുണ്ട്, ചിലപ്പോൾ സൗമ്യമായിട്ടൊക്കെ പോകും, എങ്കിലും അതിൻ്റെ ഉള്ളില്, ആ നദിയുടെ ഉള്ളില് അദമ്യമായിട്ട് ഉള്ള ഒരു ലക്ഷ്യം ഉള്ളത് തീർച്ചയായിട്ടും ആ സമുദ്രത്തോട് ചെന്ന് ലയിക്കുക, ചേരുക എന്നുള്ളതാണ്. അത് ആ ഒരു ചിന്തയിലാണ് അത് ഒഴുകുന്നു എന്ന് പറയുന്നത് അത് കർമ്മം ചെയ്യലാണ്. നദി ഒഴുകുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി നടക്കലൊന്നുമല്ല. അതിനെയും നമുക്ക് ഇപ്പൊ നമ്മുടെ ശ്വാസഗതി തന്നെ നമ്മളുടെ ഒരു കർമ്മമാണ്. അപ്പൊ അത് നദി കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഏകചിന്തയിൽ ഏകാഗ്രമായ മനസ്സോട് കൂടിയിട്ട് ലക്ഷ്യബോധത്തോടെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഒരു ഭക്തന്റെ ധർമ്മവും രൂപവും എന്ന് പറയാണ്. ഇനി ഭക്തൻ എപ്പോഴും സർവേശ്വരനിൽ സമർപ്പിച്ച മനസ്സുമായിട്ട് ഇരിക്കണം. നല്ല മനസ്സാണെങ്കിൽ നല്ല ചിന്ത, നല്ല വാക്ക് പ്രവൃത്തിയൊക്കെ വരുമല്ലോ. അങ്ങനെ ഇതാണ് വേറെ ലക്ഷ്യം. എന്താ പറയുക, അത് നേടണം ഇത് നേടണം ഒന്നുമില്ല, പ്രത്യേകമായിട്ടുള്ളൊരു മോഹങ്ങളൊന്നുമില്ല. തൻ്റെ ധർമ്മം അത് അവിടത്തേക്ക് എത്തിച്ചേരലാണ് എന്നുള്ളൊരു ഭാവം. അതിനെ പരാഭക്തി എന്ന് പറയണം. അതിനേക്കാൾ ഉപരിയായിട്ട് ഇനി ഒന്നുമില്ല. ഭഗവതിയെ അല്ലെങ്കിൽ ഭഗവാനെ പരമമായ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക എന്നുള്ള ഒരു ധർമ്മത്തിൽ ഒഴുകുകയാണ്. അത് ഇനിയുണ്ട് ഒരു മനോഹരമായിട്ടുള്ള ഉദാഹരണം വേറെ ഉണ്ട്. ഭക്തിയെക്കുറിച്ച് പറയാണ്. ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് എണ്ണ എടുക്കുക, ആ എണ്ണ മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിക്കുക. അതെങ്ങനെ? അതീവ ശ്രദ്ധയോട് കൂടിയിട്ട് എന്താ പറയുക, ഉറ്റുനോക്കിക്കൊണ്ട് ഈ ഗ്ലാസ്സിലെ എണ്ണ മറ്റ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചുകൊണ്ടേയിരിക്കുക. അതിന് തൈലധാര എന്ന് പറയും. അതെങ്ങനെയാണ്? ഇടതടവില്ലാതെ, യാതൊരു വിഘ്നവുമില്ലാതെ, ഒരു മുറിവെന്നല്ല, ഒരു ഇൻട്രപ്ഷനും ഇല്ലാതെ അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുക. അങ്ങനെയായിരിക്കണം നമ്മുടെ ഭക്തി. അല്ലാതെ 10 മണിക്ക് ഒരു കാര്യം ചെയ്തു അത് കഴിഞ്ഞത് മാറ്റി വെച്ചു, അങ്ങനെയല്ല. ഓരോ നിമിഷവും എന്ത് ചെയ്താലും പ്രവർത്തനം നമുക്ക് എന്തും ആവാം, പക്ഷെ നമ്മളുടെ ആ ഒരു നൂല് പോലെ ഇങ്ങനെ ആ തൈലധാരയായിരിക്കണം നമ്മുടെ ഭക്തി. അത്ര മനോഹരമാണ് ഭക്തിയെക്കുറിച്ച് ആചാര്യന്മാര് പറഞ്ഞു തരുന്നത്. അപ്പം നമ്മുടെ ലക്ഷ്യം ഈശ്വരനിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. പലയിടങ്ങളിലും പലതും കാണാം, പലതിലും നമ്മൾ ഭ്രമിച്ചു പോകാം. എങ്കിലും പെട്ടെന്ന് സ്വയം കുടഞ്ഞെറിഞ്ഞ് പോകണം എന്നൊക്കെയാണ് ആചാര്യന്മാർ പറയണത്. ഇതൊക്കെ ആണെങ്കിലും എങ്ങനെ ഇത് സാധിക്കും എന്നുള്ളത് നമ്മളെല്ലാവരും ചിന്തിക്കും. അത് ഈശ്വരകൃപ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. ആ ഒരു ബോധത്തോടു കൂടിയിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഭഗവത്ഗീതയിൽ 12-ാം അധ്യായം അത് ഭക്തിയോഗമാണ്. ഭക്തിയെക്കുറിച്ച് പറയാണ്. ശ്രീ ഭഗവാൻ പറഞ്ഞു, അത് നമുക്കൊന്ന് ചൊല്ലാം. ശ്രീ ഭഗവാനുവാച മയ്യാവേശ്യ മനോ യേ മാം നിത്യയുക്താ ഉപാസതേ
ശ്രദ്ധയാ പരയോപേത തേ മേ യുക്തതമോ മതാ. ഇതിൽ പറയണു ഇതിൽ പറയാണ് അനന്യമായ ഭക്തിയോട് കൂടിയിട്ടായിരിക്കണം നമ്മളുടെ ഓരോ ചിന്തയും പ്രവർത്തനം. അത് മയ്യാവശ്യം ആ ഭഗവാനിലേക്ക് ഇങ്ങനെ സമർപ്പിച്ചിട്ടുള്ള ഒരു മനസ്സ്, ബുദ്ധി, ശരീരം എന്ന് പറയുന്ന കർമ്മങ്ങൾ ഇങ്ങനെയായിരിക്കണം. ഇനി ഭക്തന്റെ ലക്ഷണം കൂടി ഒന്ന് നമ്മൾ ചിന്തിക്കണം. ഭഗവത്ഗീതയെക്കുറിച്ച് പറഞ്ഞ നിലയ്ക്ക് പറയാണ്, സമശത്രൗ ച മിത്രേ ച തഥാ മാനാപമാനയോഃ ശീതോഷ്ണസുഖദുഃഖേഷു സമസംഗവിവർജിതഃ തുല്യനിന്ദാസ്തുതിർമൗനി സന്തുഷ്ടോ യേന കേനചിത് അനികേത സ്ഥിരമതിർ ഭക്തിമാൻ മേ പ്രിയോ നരഃ. അപ്പം എങ്ങനെയുള്ളവരായിരിക്കണം ഭക്തൻ? അങ്ങനെയുള്ള ഭക്തന് എനിക്ക് വലിയ ഇഷ്ടമാണ് എന്ന് ഭഗവാൻ പറയാണ്. സമദർശനം വേണം. സ്തുതിയായാലും നിന്ദയായാലും അവിടുന്ന് തരുന്നു എന്നുള്ള ഭാവത്തിൽ സ്വീകരിക്കല്, ശത്രുമിത്രം ബോധവും ഭേദവും വേണ്ട. മാനമായ ദ്വന്ദ്ങ്ങൾ എന്ന് പറയില്ലേ, മാനമായാലും അപമാനമായാലും ഉഷ്ണമായിക്കൊള്ളട്ടെ ശീതമായിക്കൊള്ളട്ടെ, അങ്ങനെയുള്ള ദ്വന്ദ്ങ്ങളെ അകറ്റിക്കൊണ്ട്, പിന്നെ സംഘത്തെ വർജിച്ചുകൊണ്ട്, ഇങ്ങനെയൊക്കെയാണ്. പിന്നെ സ്ഥിരമായിട്ടുള്ള ഒരു മനസ്സ്, അതാണ് അനന്യ ചിന്തയന്തോ മാം യേ ജന പര്യുപാസത്തെ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ഇതാണ് ഭഗവാൻ പറയുന്നത്. കാരണം എന്താണ്? ഭഗവാൻ ഭക്തദാസനാണ്, ഭക്തപ്രിയനാണ്. അതുപോലെ ദേവിയുടെ പേരാണ് ഭക്തിപ്രിയ. ഇനി മുഖ്യഭക്തി ഉണ്ട്, ഗൗണഭക്തി ഉണ്ട് എന്ന് പറയണു. എങ്ങനെയൊക്കെയാണ് ഭക്തിയെ നമ്മൾ ഊർജിതപ്പെടുത്തേണ്ടത്? ഭക്തി ഭഗവാന്റെ കൃപ കൊണ്ട്, ഭഗവതിയുടെ അമ്മയുടെ കൃപ കൊണ്ട് നമ്മളിൽ അങ്കുരിച്ചിരിക്കും. അത് ഇനിയും നിലനിർത്തിക്കൊണ്ടുവരുന്നത് മാത്രമല്ല, അത് ഉണർത്തി ഉണർത്തി പ്രബുദ്ധമായി എടുക്കേണ്ടത് നമ്മുടെ ലക്ഷ്യമാണ്. എങ്ങനെയൊക്കെയാണ്? അതിന് നവധാഭക്തി എന്ന് പറയുന്നുണ്ട്. 9 പടികൾ അല്ലെങ്കിൽ 9 മാർഗങ്ങൾ, 9 വിധങ്ങളുണ്ട്. എന്തൊക്കെയാന്ന് വെച്ചാൽ ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. അത് അവസാനം പറഞ്ഞത് ഏറ്റവും മഹത്തായിട്ടുള്ളൊരു ഭാവമാണ്. അപ്പോൾ നമ്മളിൽ എങ്ങനെ ഭക്തി വളർത്താം? ശ്രവണം 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 എന്നാ പറയണത്. ഒരുപാട് കേൾക്കുക, ഭഗവത് നാമങ്ങള്, ഭഗവത് കഥകള്, ഭഗവത് മഹാത്മ്യം. ഇത് ഭഗവത് എന്ന് പറയുമ്പോൾ ഭഗവതിന്ന് അർത്ഥം എടുക്കാം. കാരണം ഈ ഭഗവാനും ഭഗവതി ഒന്ന് തന്നെയാണ്. അപ്പോൾ നല്ല ശ്രവണമാണ് അത്യാവശ്യം വേണ്ടത്. പിന്നെ കീർത്തിക്കുക, കീർത്തനം ചെയ്യുക, ഭഗവത് മഹാത്മ്യം കീർത്തിക്കുക, ആലാപനം ചെയ്യുക, ശ്രേഷ്ഠതരമായി ഉദ്ഘോഷിക്കുക, അതാണ് കീർത്തനം. പിന്നെ നമുക്ക് അർച്ചനം ചെയ്യാം, പൂജാപുഷ്പങ്ങളെ കൊണ്ട് അർച്ചനം ചെയ്യാം. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ മാനസപുഷ്പങ്ങളെ കൊണ്ട് അർച്ചന ചെയ്യാം. നമ്മുടെ പ്രവർത്തനങ്ങളാകുന്ന പുഷ്പങ്ങൾ അതുകൊണ്ട് അർച്ചന ചെയ്യാം. ഇതൊക്കെയാണ് പടികളായിട്ട് പറയുന്നത്. പിന്നെ വന്ദനം, ഭഗവതിയെ അമ്മയെ വന്ദിക്കുക മാത്രമല്ല, വന്ദിക്കേണ്ട ജനങ്ങളെ, വന്ദാരു ജനങ്ങളെ എന്ന് വെച്ചാൽ വന്ദിക്കേണ്ടവരെ, ശ്രേഷ്ഠരെ, ജ്ഞാനികളെ, സമർപ്പിതരായി ജീവിക്കുന്ന മഹാത്മാക്കളെ വന്ദിക്കുക. അതിലുപരി സജ്ജനസേവ ചെയ്യുക. ഇതാണ് വന്ദനം. അടുത്തത് ദാസ്യം. നമ്മൾ ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ എന്താ പറയുക, ദേവകാര്യ സമുദ്യതര് എന്നാ പറയുക. ദേവകാര്യ സമുദ്യതയാണ് അമ്മ. അപ്പോൾ ആ അമ്മയുടെ ഭാവം നമ്മൾ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട്, അമ്മയുടെ സങ്കല്പങ്ങൾക്ക് വേണ്ടിയിട്ട്, അമ്മയുടെ ആശയങ്ങൾക്ക് വേണ്ടിയിട്ട് അമ്മ എന്തിനു വേണ്ടി നിലനിർന്നു എന്ന് ചോദിക്കുമ്പോൾ ശത്രു നിർമാർജനത്തിനാണ്. ഓരോരുത്തരിലുമുള്ള ഷഡ്വൈരികളെയും നിർമാർജനം ചെയ്യാനാണ് അമ്മ ഇങ്ങനെ പ്രഭാവപൂർവ്വം വർത്തിക്കുന്നത്. അപ്പോൾ ആ തരത്തിലും അമ്മയുടെ ലക്ഷ്യത്തെ, അമ്മയ്ക്ക് സത്യസന്ധമായിട്ടുള്ള ആ ജീവിതം നിലനിർത്തുക, ആസുരികത ഇല്ലായ്മ ചെയ്യുക, ഇതൊക്കെയാണ് അമ്മയുടെ ധർമ്മം. അപ്പം അതുപോലെ
അമ്മയുടെ സേവകരായി നിന്നുകൊണ്ട് നമ്മളും ആ പ്രവർത്തനങ്ങളിലൂടെ ആ ദാസ്യഭക്തിയെ നമുക്ക് ഉണർത്തിയെടുക്കാം. പിന്നെയുള്ളത് സഖ്യമാണ്. സഖ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദാഹരണം പെട്ടെന്ന് പറയാറുള്ളത് ആ ഒരു ബന്ധമാണ്. അർജുനനും ശ്രീകൃഷ്ണനും തമ്മിലുള്ള സഖ്യഭക്തിയായിരുന്നു എന്ന് പറയും. സദാ ഒരു അകൽച്ചയൊന്നുമില്ലാതെ. പിന്നീട് അവസാനം പറയുന്നത് ആത്മനിവേദനമാണ്. അപ്പം എത്രയും ശ്രേഷ്ഠനായിട്ടുള്ള ബലി മഹാബലിയായി തീർന്നത് തൻ്റെ ത്യാഗം കൊണ്ടാണ്, സമർപ്പണം കൊണ്ടാണ്. തെറ്റാണ് എന്ന് ഗുരു പറഞ്ഞെങ്കിലും താൻ പറഞ്ഞ ഒരു കാര്യം നടപ്പിൽ വരുത്താനായിട്ട് അല്പം അഹങ്കാരം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിനെ മാറ്റാനാണ് ഭഗവാൻ വന്നത് എങ്കിൽ പോലും സർവം സമർപ്പിക്കുക ചെയ്തത്. ഭഗവാൻ ആവശ്യപ്പെട്ടത് എന്തോ അതിലുപരി എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നുള്ളൊരു ഭാവത്തിലാണ് ബലി മഹാബലിയായിട്ട് ആത്മനിവേദനം നടത്തിയത്. ഇനി വേറൊന്നുകൂടി പറയണു, ഈ ഭക്തി സാധന കാട്ടുതീ പോലെയാണ്. തിന്മകളെ അത് കത്തിച്ച് കളഞ്ഞുകൊള്ളും. അത് അമ്മയോടുള്ള ഭക്തി അങ്ങനെ നിറഞ്ഞ് നിർത്തേണ്ടത് നമ്മുടെ ധർമ്മമാണ്. അപ്പോൾ പ്രേമഭക്തിയുണ്ട്, വാത്സല്യഭക്തിയുണ്ട്, ശാന്തഭക്തിയുണ്ട്, മധുരഭക്തിയുണ്ട്, അങ്ങനെ പിന്നെ ദാസ്യഭക്തി, ഇതെല്ലാം. അപ്പോൾ ഈ പ്രത്യേകിച്ച് നാമങ്ങൾ പറഞ്ഞു എന്നെങ്കിലും നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ആദ്യം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഇത്രയ്ക്ക് പ്രേമമൂർത്തിയായിട്ടുള്ള അമ്മയ്ക്ക് നമസ്കാരം. ഭക്തി പ്രിയയാണ്. അടുത്ത നാമം ഭക്തി ഗമ്യ. ഭക്തി ഗമ്യ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അമ്മയിലേക്ക് എത്തേണ്ടത്? ഭക്തി കൊണ്ട് പ്രാപിക്കത്തക്കവൾ ഭക്തിഗമ്യ. അത് മുഖ്യഭക്തി കൊണ്ട് ആണ് അമ്മയെ കിട്ടുക എന്ന് പറയണു. മുഖ്യഭക്തി എന്ന് പറഞ്ഞാൽ പരാഭക്തി, വേറൊന്നും നമുക്ക് ചിന്തയില്ല. നമുക്ക് ആഗ്രഹം അമൃതത്വം നേടുക എന്നുള്ളതാണ്. അമൃതപദപ്രാപ്തി എന്ന് പറയും, അല്ലെങ്കിൽ അമ്മയെ ലഭിക്കുക, അമ്മയായി തീരുക. ആ ഒരു ലക്ഷ്യമാണ്, അതാണ് മോക്ഷം, ലിബറേഷൻ ആണല്ലോ, വേറൊരു ചിന്തയുമില്ല. അങ്ങനെ ഒരു അമൃതത്വ വാഞ്ചയിലുള്ള ആ ഒരു മനസ്ഥിതിയാണല്ലോ, ചിത്തവൃത്തിയാണ് ഭക്തി. അതുകൊണ്ട് അമൃതത്വം നേടാനുള്ള, മോക്ഷപദം നേടാനുള്ള ആ ഒരു ഭാവമാണ് ഭക്തി. ആ ഭക്തി കൊണ്ട് അമ്മയെ പ്രാപിക്കാമെന്ന് വാഗ്ദേവതമാര് നമുക്ക് പറഞ്ഞു തരികയാണ്. ഭക്തി ഗമ്യ. അപ്പം എങ്ങനെയാണ്? ഇന്ദ്രിയങ്ങളെ കൊണ്ട് സാധിക്കില്ല. ഇന്ദ്രിയങ്ങളെ അന്തർമുഖമാക്കി വെച്ചാൽ കണ്ണിന് പലതും കാണാനും, ത്വക്കിനെ പല സ്പർശന സുഖങ്ങൾക്ക് പുറകെ പോകാതിരിക്കാനും, അല്ലെങ്കിൽ ഓരോ 5 ഇന്ദ്രിയങ്ങളെ കൊണ്ടും നമുക്ക് സാധിക്കില്ല. ഇന്ദ്രിയ നിഗ്രഹം ചെയ്താൽ, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ അന്തർമുഖമാക്കിയാൽ, ഉള്ളിലേക്ക് നോക്കിയാൽ ദേവിയെ, ഈശ്വരീയതയെ ഈശ്വരനെ നമുക്ക് കാണാം, നമുക്കറിയാം, നമുക്ക് നേടാം എന്നാണ് അഭിജ്ഞര് പറഞ്ഞു തരുന്നത്. ഭഗവാൻ പിന്നെയും പറയാണ്, ഭക്തിയാ ത്വൻ അന്യയാ ശക്യ എന്ന്. എങ്ങനെയാ എന്നെ നേടാൻ സാധിക്കുക? ഭക്തി കൊണ്ട് മാത്രം, മറ്റൊന്നുകൊണ്ടുമല്ല. ത്വൻ അന്യയാ, വേറൊന്നുകൊണ്ടും എന്നെ നേടാൻ സാധിക്കില്ല. എന്നെ നേടാൻ എളുപ്പമാണ് മനസ്സിനങ്ങോട്ട് കൊടുക്കുക എന്നാണ് പറയണത്. അതാണ് ഭക്തി ഗമ്യ. ദേവർഷി നാരദര് പരമഭക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. സർവകർമ്മങ്ങളും പൂർണ്ണമായി ഭഗവത് സമർപ്പണമായി ചെയ്യുക. ഭക്തി എന്ന് പറഞ്ഞാൽ സർവധർമാൻ പരിത്യജ്യ നമ്മൾ ഗീതയിൽ കാണുന്നുണ്ട്. മാമേകം ശരണം വ്രജ, ഞാനില്ല നോക്കിക്കോളാം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പം എന്താ? സർവകർമ്മങ്ങളും പൂർണ്ണമായി എങ്ങനെ ചെയ്യണം? ഭഗവത് സമർപ്പണമായിട്ട് ചെയ്യുക. എന്നാൽ യാതൊരു സ്വാർത്ഥ ചിന്തയും ഇല്ലാതെ ചെയ്യുക. എന്നാൽ അബദ്ധവശാൽ ഭഗവത് വിസ്മരണമുണ്ടായാൽ, ഭഗവാനെ മറന്നുപോയാൽ പെട്ടെന്ന് തിരിച്ചു വന്ന് ആ പാദങ്ങളെ അങ്ങോട്ട് മുറുക്കി പിടിക്കുക. തന്നെയല്ല, ആ വിസ്മരിച്ച സമയത്ത്, മറന്നുപോയ സമയത്ത് നമ്മളുടെ ഉള്ളിൽ വേദന തോന്നണം. അയ്യോ, ഞാനത് ചെയ്തില്ലല്ലോ, അല്ലെങ്കിൽ ഭഗവാനെ ഞാൻ ഒരു നിമിഷം മറന്നുവോ എന്നുള്ളൊരു ചിന്ത, അത് നമ്മളുടെ ഉള്ളിൽ ഒരു വേദനയായിട്ട് ഉണർന്നാൽ നമുക്ക് മനസ്സിലാക്കാം അതാണ് ശരിയായ
ഭക്തി. അങ്ങനെ ആ വേദന അനുഭവപ്പെടുന്നു എങ്കിൽ അത് പരമമായ ഭക്തിയാണ് എന്ന് പറയുന്നു. അങ്ങനെ ഭക്തപ്രിയയായിട്ടും ഭക്തിഗമ്യയായിട്ടും വിരാജിക്കുന്ന ശ്രീ മഹാദേവിക്ക് നമസ്കാരം. അടുത്ത നാമം ഭക്തിവശ്യ. ഭക്തിവശ്യ എന്ന് പറയുമ്പോൾ അമ്മയെ വശീകരിക്കാൻ എളുപ്പമാണ്. എങ്ങനെ? ഭക്തിയുള്ളവരുടെ കൂടെ അമ്മ പോവും എന്ന് പറയാണ്. ഭക്തി കൊണ്ട് വശ്യയാകുന്നവൾ. ഭക്തി, സാധന, ഉപാസന, മന്ത്രം, ധ്യാനം, ജപം ഇതെല്ലാം വേണം. പക്ഷെ അതിൻ്റെ ഉള്ളിൽ അന്തർലീനമായിട്ടുള്ള ഒരു ഭാവമാണ് ഈ പ്രേമ ഭക്തി. ആ ഭക്തി ഉണ്ടെങ്കിൽ ദേവി എളുപ്പം കൂടെ പോരും എന്നാ പറയണത്. ഭക്തി കൊണ്ട് വശ്യയാകുന്നവൾ അല്ലെങ്കിൽ അധീനയാകുന്നവൾ ശ്രീ മഹാദേവി. ഭക്തിപൂർവം ആരാധിക്കുന്നവർക്ക് ദേവി സ്വാധീനയാണ് എന്ന് പറയാണ്. ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഘടകമാണ് ഭക്തി. ഭക്തി കൊണ്ട് ആരാണോ അമ്മ എന്നുള്ള ഭാവത്തിൽ ആരാധിക്കുന്നത് അവർക്ക് ചതുർവിധ പുരുഷാർത്ഥങ്ങളും അമ്മ നൽകും. ഒന്നും മാറ്റിവെക്കില്ല. അർത്ഥം, ധർമ്മം, കാമം, മോക്ഷം ഇതെല്ലാം ആ പരമമായിട്ടുള്ള മോക്ഷവും അമ്മ തരികയാണ്. ഭക്തിയുള്ളവന് അമ്മ എല്ലാം അരുളി ചെയ്യണു എന്ന് മനസ്സിലാക്കാം നമുക്ക്. പിന്നെ അമ്മ സ്വതന്ത്രയൊക്കെയാണ്. അമ്മ ആരുടെയും ചൊൽപ്പടിയിലല്ല. അമ്മ ആർക്കും അധീനയല്ല. അമ്മ അധീശ്വരിയാണ്. അപ്പൊ പറയാണ്, അമ്മയുടെ പേരാണ് സർവതന്ത്ര സ്വതന്ത്രയാണ് ദേവി. എങ്കിലും അമ്മ എങ്ങനെയാ വശകയാകുന്നു എന്ന് പറയണം. ആർക്ക് വശകയാകുന്നു? ഏറ്റവും തികഞ്ഞ നിഷ്കളങ്ക ഭക്തന് അമ്മ വശകയാണ്. അത് ഭക്തിക്ക് വശകയാണ് ശ്രീ മഹാദേവി. പണ്ട് ഒരു കഥ കൂടി ഇവിടെ നമ്മൾ സ്മരിക്കേണ്ടതുണ്ട്. മഹാവിഷ്ണുവും നാരദരും തമ്മിൽ ഒരു സംഭാഷണം, അതിൻ്റെ ശകലമാണ് നമ്മളിവിടെ പറയാൻ പോണത്. ഏറ്റവും വലിപ്പമുള്ള വസ്തു പ്രപഞ്ചത്തിൽ ഏതാണ് നാരദരേ എന്ന് ചോദിച്ചു മഹാവിഷ്ണു. ഏറ്റവും വലുപ്പമുള്ള വസ്തു ഈ പ്രപഞ്ചത്തിൽ തന്നെ ഏതാണ്? അപ്പോൾ നാരദർ പറയണ, ചോദിക്കാനുണ്ടോ ഭഗവാനെ, അത് ഭൂമിയല്ലേ എന്ന് ചോദിച്ചു. വളരെ ഉറച്ച മനസ്സിൽ തൻ്റെ ഇടത്തോടു കൂടിയിട്ട്, തൻ്റെ ഇടല്ല വിശ്വാസത്തോടു കൂടിയിട്ട് പറഞ്ഞു, അത് ഭൂമിയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ ചോദിക്കണം, ഭൂമിയോ? ഭൂമി സമുദ്രത്തിലല്ലേ കിടക്കുന്നത്, അപ്പോൾ പിന്നെ ഭൂമിയാണോ വലുത് ചോദിച്ചു. ഭഗവാൻ തിരിച്ചു ചോദിക്കുകയാണ്, 2/3 ഭാഗമല്ലേ കരയുള്ളൂ നാരദരെ? ഓ ശരിയാണ്, സമുദ്രമാണ് വലുത്. അപ്പൊ ഭഗവാൻ ചോദിച്ചു, ഹേയ്, അഗസ്ത്യൻ സമുദ്രത്തെ ഉള്ളംകൈയിലായി ആചമിച്ചില്ലേ? ഉള്ളംകൈയിലാക്കിയിട്ട് ആചമിച്ചില്ലേ? ഓ അത് ശരി തന്നെ, അഗസ്ത്യൻ തന്നെ വലുത്, ഏറ്റവും വലിയതപ്പോൾ അഗസ്ത്യനാണ്. അപ്പൊ ഭഗവാൻ തിരിച്ചു ചോദിക്കുകയാണ്, അങ്ങനെ പറയാമോ നാരദരെ? അഗസ്ത്യൻ ഒരു നക്ഷത്രവ്യൂഹമല്ലേ? അത് ആകാശത്തിന്റെ ഒരു കോണിലല്ലേ സ്ഥിതി ചെയ്യുന്നത്? അപ്പൊ നാരദർക്ക് മനസ്സിലായി, ഓ ശരിയാണല്ലോ ഭഗവാനെ, എനിക്ക് തെറ്റിപ്പോയി. ആകാശം തന്നെ ഏറ്റവും വലിയത്. അപ്പൊ ഭഗവാൻ തിരിച്ചു ചോദിക്കുകയാണ്, തന്നെയോ? ഞാൻ ഭൂമിയും ആകാശവും പാതാളവും ഒരിക്കൽ 2 ചുവട് കൊണ്ട് അളന്നില്ലേ? അത് ചോദിച്ചപ്പോൾ നാരദർ ചോദിക്കുകയാണ്, എന്തിനാണ് ഭഗവാനെ എന്നെ ഇങ്ങനെ വലയ്ക്കുന്നത്, അല്ലെങ്കിൽ കുരങ്ങ് കളിപ്പിക്കുന്നത്? ഇതങ്ങ് നേരത്തെ പറഞ്ഞാൽ പോരേ എന്ന് ചോദിച്ചു നാരദർ. അപ്പോൾ ഭഗവാൻ തന്നെ ഏറ്റവും വലിയവൻ എന്ന് ഭഗവാൻ തന്നെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തത്. എന്താണ് നാരദർക്ക് ഇതറിയില്ലേ? ഒരു ഭക്തന്റെ ഹൃദയത്തിലെ ഒരു തടവുകാരനല്ലേ ഞാൻ. അപ്പോൾ ആരാണ് ഏറ്റവും വലുത്, ഭഗവാനാണോ ഭക്തനാണോ എന്ന് ഉറപ്പിക്കണം. ഭക്തന്റെ ഹൃദയത്തിലെ ഒരു തടവുകാരനായിട്ട് ഇരിക്കുകയല്ലേ. അപ്പോൾ ഏറ്റവും വലുത് ആരാണ്? ഭക്തനാണ് എന്ന് ഭഗവാൻ വളരെ പ്രേമപൂർവ്വം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അപ്പോൾ ഭക്തന്റെ ഹൃദയമാണ് ഏറ്റവും വലുത് എന്ന് ഇത് നാരദ ഭക്തി സൂത്രത്തിൽ പറയുന്നു. ഇനി ജ്ഞാന കർമ്മ
രാജയോഗങ്ങളെക്കാൾ ശ്രേഷ്ഠവുമായിട്ടുള്ളത് ഭക്തി മാർഗമാണ് എന്നുകൂടി പറയുന്നുണ്ട്. ഇങ്ങനെ പറയാണ്, സ്വതന്ത്രയാണെങ്കിൽ കൂടി ദേവി ഭക്തിയാൽ ബന്ധിതയാണ്. സ്വതന്ത്രയാണ് എങ്കിൽ കൂടി മഹാദേവി ഭക്തിയാൽ ബന്ധിതയാണ്. ഇതാണ് ഋഷി വചനം. അടുത്ത നാമം ഭയാപഹ. ഭയാപഹ, ഭയത്തെ ഇല്ലായ്മ ചെയ്യുന്നവൾ ശ്രീ മഹാദേവി, ഭയത്തെ അകറ്റുന്നവൾ ദേവി, ഭയത്തെ അപഹരിക്കുന്നവൾ ദേവി, നശിപ്പിക്കുന്നവൾ ദേവി. ഭയമില്ലാത്ത അഭയഭാവമാണ് അമ്മ. ഏതൊരു ദുർഘടത്തിൽപ്പെട്ടാലും, എന്താ പറയുക, വനത്തിലൂടെ സഞ്ചരിക്കുമ്പോഴായിക്കൊള്ളട്ടെ, ഒരു വ്യാഘ്രത്തിൻ്റെ മുൻപിൽ ചെന്ന് പെട്ടപ്പോൾ, ഏത് സമയവും ആയിക്കൊള്ളട്ടെ, ഒരു മോഷ്ടാവിൻ്റെ ഒരു ആക്രമിക്കാൻ വരുന്ന വ്യക്തിയുടെ മുന്നിൽ പെട്ടുകൊള്ളട്ടെ, എവിടെയായാലും അവിടെ ആ ഭയത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത് ശ്രീ മഹാദേവിയാണ്. ഭൂമിയിലായിക്കൊള്ളട്ടെ, ആകാശത്തായിക്കൊള്ളട്ടെ, ഏതേത് ദുർഘടങ്ങളായിക്കൊള്ളട്ടെ, അവിടെയെല്ലാം ശ്രീ മഹാദേവി അവതരിച്ച് നമ്മളെ സംരക്ഷിക്കും. നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ആപതിം കിം കരണീയം സ്മരണീയം ചരണയുഗളം അമ്പായാം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് ആ ഒരു നൂലിഴ വേണം, സ്വർണ്ണ നൂലിഴ വേണം. അതാണ് ഭക്തി. ഭയം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ആയിരിക്കണമെന്ന്, ഭയമില്ലാത്തവർ, ഭീതിയില്ലാത്തവരായിരിക്കണം എന്നാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ളത്. ഭയപ്പെടരുത്, അഭി എന്ന് പറയാണ്. അങ്ങനെയുള്ളവര് ബ്രഹ്മാനന്ദം അനുഭവിക്കാൻ സാധിക്കും. ശ്രീ മഹാദേവിയെ അവർക്ക് ലഭിക്കും. വശകയാണ്, ഭക്തിഗമ്യയാണ്, ഭയത്തെ ഇല്ലാതാക്കുന്നവളാണ് അമ്മ. അങ്ങനെ ഭയങ്ങളെല്ലാം അകറ്റി ശാന്തിയും സമാധാനവും ഐശ്വര്യവും ക്ഷേമവും എല്ലാം അരുളിയിട്ട് ഭക്തരെ പ്രേമമായി ആലിംഗനം ചെയ്യുന്ന ശ്രീ മഹാദേവിക്ക് നമസ്കാരം. ഓം ശ്രീ മഹാദേവി. അടുത്ത നാമം നിരവധ്യ. നിരവധ്യ എന്നാൽ അവധ്യ അല്ലാത്തവൾ. നിരവധ്യ, അവധ്യ അല്ലാത്തവൾ. അവധ്യ എന്ന് പറഞ്ഞാൽ എന്താ, അവിദ്യ ഇല്ലാത്തവൾ. അവിദ്യ ഇല്ലാത്തവൾ. അവധ്യം എന്നു പേരായിട്ടൊരു നരകമുണ്ട്. അവധ്യം എന്നു പേരായിട്ട് ഒരു നരകമുണ്ട്. അത് നിന്ദ്യമായിട്ടുള്ളതാണ്. അവധ്യം നരകമാണ്, നിന്ദ്യമായിട്ടുള്ളതാണ്. അത് നിരവധ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. നരകമല്ല, ശാന്തിയാണ്. നിന്ദ്യമല്ല, വന്ധ്യമാണ്. അപ്പോൾ വന്ദിക്കപ്പെടേണ്ടവളാണ് ശ്രീ മഹാദേവി. വന്ധ്യയായവളാണ് ശ്രീ മഹാദേവി. അവിദ്യ എന്ന നരകത്തിൽ നിന്ന് രക്ഷിക്കുന്ന മഹാശക്തിയും ദേവിയാണ്. പിന്നെ രാവും പകലും ദേവിയെ സ്മരിച്ചുകൊണ്ട് സദാ സർവദാ നിരവധ്യമായിട്ടുള്ള ഒരു ഒഴുക്കാണ്. എന്ന് വെച്ചാൽ അത്ര മനോഹരമായി സദാ ദേവിയെ അങ്ങനെ ഉപാസിച്ചു കൊണ്ടേയിരിക്കുക, ധ്യാനിച്ചു കൊണ്ടേ ഇരിക്കുക. സദാ ദേവി ധ്യാനം ചെയ്തുകൊണ്ടിരുന്നാൽ അവധ്യ എന്ന ഒരു ദുസ്ഥിതി നമുക്ക് പ്രാപിക്കേണ്ടതായി വരില്ല. അങ്ങനെയാണ് പറയുന്നത് നിരവധ്യ. അമ്മ വന്ധ്യയാണ്, വന്ധ്യരാൽ പൂജിക്കപ്പെടുന്നവളാണ്, അനവധ്യയാണ്. പിന്നെന്താ, ഇവിടെ നിരവധ്യയാണ്. ജ്ഞാനവും വിജ്ഞാനവും ഇല്ലാതായാൽ ഈ ദോഷം ബാധിക്കും. അവിദ്യ എന്ന ദോഷം ബാധിക്കും. അവധ്യ എന്നുള്ള നരകത്തിലും വീഴുകയാണ് ചെയ്യുന്നത്. അപ്പം അജ്ഞാനമാണ് ഈ പറയുന്നതിൻ്റെ എല്ലാം സാരം. അജ്ഞാനത്തെ ഇല്ലായ്മ ചെയ്യുക. അജ്ഞാനം എന്ന അന്ധകാരത്തെ, അവിവേകത്തെ, നരകത്തെ, ദുഃഖത്തെ ഒക്കെ അകറ്റാനായിട്ട് ദേവീ നാമജപം, ദേവീ പാദ സ്മരണം, മഹാത്മ്യ ഘോഷണം, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അജ്ഞാനം നശിപ്പിക്കാനായിട്ടുള്ള ശ്രമിക്കുക. അവധ്യം എന്ന നരകം ഇല്ലായ്മ ചെയ്യുക. അതിന് ദേവീ പ്രസാദം കൂടിയേ തീരൂ എന്നുള്ളൊരു ബോധത്തോടു കൂടി സ്വധർമ്മം ആചരണം ആണ് നമ്മൾ നിർവഹിക്കേണ്ടത്. അങ്ങനെയുള്ള ശ്രീ മഹാദേവി നമുക്കതിന് ശക്തി തരണേ, ബോധവും
വിശേഷ ഗ്രാഹ്യവും എല്ലാം തന്ന് നമ്മളെ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ്. അടുത്ത നാമം നിരന്തര. നിരന്തര നിരന്തര എന്ന് പറഞ്ഞാൽ സർവവ്യാപിയായിട്ട് ഇടതൂർന്നുകൊണ്ട് നിൽക്കുന്നവൾ. അതിന് അർത്ഥം എന്താണ്? സർവവ്യാപി എന്ന് പറഞ്ഞാൽ നിരന്തര, അന്തരങ്ങൾ ഇൻ ബിറ്റ്വീൻ ഒന്നുമില്ല, വിശാലമായി വ്യാപിച്ചു നിൽക്കുകയും ചെയ്യുന്നു, ഇടതൂർന്ന് നിൽക്കുകയാണ്. ഇടയിൽ യാതൊരു ഘട്ടങ്ങളോ ഖണ്ഡങ്ങളോ ഒന്നുമില്ല. ഇതിനർത്ഥം പരിച്ഛേദിക്കാൻ സാധിക്കാത്തത് എന്നാണ്. പരിച്ഛേദിക്കാൻ സാധിക്കാത്ത വിധം പ്രപഞ്ചം മുഴുവൻ ദേവീ ചൈതന്യം വ്യാപിച്ചു നിൽക്കുകയാണ്. പ്രപഞ്ചം മുഴുവനും ഓരോ അണുവിലും വിച്ഛേദിക്കാൻ സാധിക്കില്ല, പരിച്ഛേദിക്കാൻ സാധിക്കില്ല, വേറെ എന്ന് കാണാൻ പറ്റില്ല. ഇടയിലൊരു അംശം പോലും എന്താ പറയുക, ശൂന്യഭാവമില്ല. എല്ലായിടവും നിറഞ്ഞു, എന്നാൽ പരിപൂർണമായ ശൂന്യം, അങ്ങനെയും പറയുമല്ലോ. അപ്പോൾ ഭേദമില്ലാതെ വ്യാപിച്ചിരിക്കുന്ന അനന്ത ശക്തിയാണ് അമ്മ. അന്തരം ഇല്ല. അന്തരം എന്നാൽ ആ വാക്കിനർത്ഥം മധ്യഭാഗം എന്നുകൂടി അർത്ഥമുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഈ സ്ഥൂല ദേവിയുടെ ആ സ്ഥൂലഭാവം, സ്ഥൂല രൂപം എടുക്കുമ്പോൾ ആ കൃശമായ മധ്യത്തെയും കൂടി സ്മരിക്കാം എന്ന് പറയാണ്. അപ്പം പെട്ടെന്ന് സ്ഥൂലത്തേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല. നമ്മൾ ആ സൂക്ഷ്മമായിട്ടുള്ള ഭാവം ഗ്രഹിക്കുകയാണ് കൂടുതൽ ഭംഗി ഈ അവസരത്തിൽ. അപ്പോൾ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് ദേവി. അവിടെ അന്തരങ്ങൾ, ഭേദങ്ങൾ, വ്യത്യാസങ്ങൾ ഇല്ല തന്നെ. അങ്ങനെ എല്ലായിടത്തും നിറഞ്ഞ് വ്യാപിച്ച് സർവവ്യാപിയായി നിരന്തരയായി ഇടതൂർന്നുകൊണ്ട് ശക്തിപ്രഭാവമായി നിൽക്കുന്ന ശ്രീ മഹാദേവിക്ക് നമസ്കാരം. ഓം ശ്രീ മഹാദേവി നമ. എല്ലാവർക്കും പാദ പ്രണാമം ചെയ്യണു. അമ്മയായി കണ്ടുകൊണ്ട് എല്ലാവർക്കും നമസ്കാരവും നന്ദിയും അറിയിക്കുന്നു. നന്ദി.